പാർവതി. ഞാൻ ഇന്നൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. പാറൂസ് ലേണിംഗ് എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. ആ യൂട്യൂബ് ചാനലിൽ ഞാൻ മാത്സും സയൻസും ഏഴാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റും നമുക്ക് ഓരോ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് പോകാം. എല്ലാ സൺഡേസും ഞങ്ങൾ വീഡിയോ ഇടുന്നതായിരിക്കും. ആരും മിസ് ചെയ്യാതെ കാണുക. പറ്റുന്നത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ഇൻഡിജേഴ്സ് ആണ്. ഇൻഡിജേഴ്സ് നിങ്ങൾ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചതായിരിക്കുമല്ലോ. പക്ഷേ 6th നിങ്ങൾ ഹാഫ് ഇൻഡിജേഴ്സ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ ഇന്ന് 7th ഹാഫ് അല്ല ഫുൾ ഇൻഡിജേഴ്സ് ആണ് നമ്മൾ ഈ 7th പഠിക്കാൻ പോകുന്നത്. 7th നിങ്ങൾ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പക്ഷേ 6th നിങ്ങൾ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ 6th പഠിച്ച സംഭവമാണ് നമ്പറിന്റെ കുറച്ച് ചെറിയ ചെറിയ സീക്രട്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളതാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. അതിന്റെ മുന്നേ നമുക്ക് ഇൻഡിജേഴ്സ് എന്താണെന്ന് ഒന്ന് അറിഞ്ഞാലോ. ഇൻഡിജേഴ്സ് എന്ന് വെച്ചാൽ പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും സീറോവും എല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ഇൻഡിജേഴ്സ്. ഒരു ഫാമിലി, ഇപ്പൊ നെഗറ്റീവ് ഫാമിലിയും പോസിറ്റീവ് ഫാമിലിയും സീറോവും എല്ലാ ഫാമിലിയും ഒത്തുചേരുന്ന ഒരു ഫാമിലിന്റെ പേരാണ് ഇൻഡിജേഴ്സ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താണ് നെഗറ്റീവ്, എന്താണ് പോസിറ്റീവ്? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ നമ്പറിലായി വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്പറിലായി വരയ്ക്കാം. ഓക്കെ, ഞാനിവിടെ ചെറിയ നമ്പറായി ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നമ്പർ വരച്ചിട്ടുണ്ട്. ഈ നമ്പർ ലൈനിൽ ഞാൻ 5 വരെയാണ് തൽക്കാലം വരച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ എന്താണ് പോസിറ്റീവ് എന്നും എന്താണ് നെഗറ്റീവ് എന്നും നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാം. ഈ റൈറ്റ് സൈഡിലോട്ടുള്ളതാണ് നോക്കണേ. ഈ സൈഡിലോട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പോസിറ്റീവ് നമ്പർ എന്ന് പറയുക. അതേ സൈഡ് ലെഫ്റ്റിലോട്ട് വരുന്ന നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് നമ്പർ. ഓക്കെ, നെഗറ്റീവ് നമ്പർ. പക്ഷേ ഇതിന് നടുവിൽ ഒരാളുണ്ട്, സീറോ. ഈ സീറോയുടെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ സീറോ എന്താ പറയാ, പോസിറ്റീവ് ഗ്രൂപ്പിലും പെടില്ല നെഗറ്റീവ് ഗ്രൂപ്പിലും പെടില്ല. what I mean that zero is neither positive nor negative. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കേട്ടോ. സീറോ ഒരിക്കലും പോസിറ്റീവിന്റെ സൈഡിലോട്ടും പോകില്ല നെഗറ്റീവിന്റെ സൈഡിൽ പോകില്ല. സീറോ നടുവിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ പിന്നെ പറയാനുള്ള പിന്നെ ഒരു മെയിൻ കാര്യമാണ്, അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഇതിൽ ഈ നമ്പർ ലൈനിൽ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കെങ്കിലും? ഇല്ല അല്ലേ? എന്താണെന്ന് വെച്ചാല് ഈ സീറോ കൂട്ടാണ്ട് ഈ 1 തൊട്ട് നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്, ഈ 1 തൊട്ട് 5 വരെ ഉള്ള നമ്പേഴ്സിന് നമ്മൾ പറയുന്ന പേരുണ്ട്. അതെന്താണെന്നറിയോ? യെസ്, കറക്റ്റ്. 1 മുതൽ 5 വരെ എന്നല്ല, 1 തൊട്ട് ഏത് നമ്പർ ആയാലും കുഴപ്പമില്ല. 1 starting from 1 is called as natural number. But when we add 0, 1 2 3 4 5 അങ്ങനെ പോവുകയാണെങ്കിൽ 0 കൂടെ ഉൾപ്പെടുന്ന ഗ്രൂപ്പിനെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. ആ പേരാണ് ഹോൾ നമ്പർ. പിന്നെ
എല്ലാ ഹോൾ നമ്പറും നാച്ചുറൽ നമ്പറും നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും സീറോ കൂടെ ഉൾപ്പെടുന്ന നമ്പറിനെ പറയുന്ന പേരാണ് ഇന്റിജേഴ്സ്. മനസ്സിലായല്ലോ? ഓക്കേ. അപ്പോ നമുക്ക് ഇത് ആഡ് ചെയ്യാം. തുടങ്ങാം. ഇപ്പൊ നമുക്ക് അഡീഷണൽ സബ്ട്രാക്ഷൻ ആണ് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വന്നത്. അപ്പൊ നമുക്ക് ആഡ് സബ്ട്രാക്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവിടെ എന്താ പറയുന്നത്, എന്താ ഏറ്റവും ടഫ് ആണോ? ഇത് ഏറ്റവും ഈസിയാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവരും പോലെ 35 + 6 = 41. സിമ്പിൾ. ഇത് സിമ്പിൾ ആണ്. പക്ഷേ താഴെയുള്ളത് കണ്ടോ, നെഗറ്റീവ്. ഇത് രണ്ട് പോസിറ്റീവ് ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. ഇത് നമുക്ക് ചെറിയ പ്രശ്നം ഉണ്ടാവും, ഇങ്ങനെ നെഗറ്റീവ്സ് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ -5 + -20 ആവുന്നത്. -5 + -20 വന്നാൽ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട. രണ്ട് സൈഡും ഒരേ ചിഹ്നമാണ് വരുന്നതെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട, അത് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ -5 + 20 ആണ് വന്നത്. രണ്ട് സൈഡും മൈനസ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓഫ്കോഴ്സ് നമുക്ക് കിട്ടുന്ന ആൻസർ 25 ആണ്. എന്ത് 25? അതൊരു ചിഹ്നം വേണ്ടേ? ആ ചിഹ്നം രണ്ട് സൈഡും നെഗറ്റീവ് ആയതുകൊണ്ട് വേറെ നമുക്ക് ചിഹ്നമില്ല. അതുകൊണ്ട് നമ്മൾ മൈനസ് ചേർക്കുന്നു. ഇതേ സമയം താഴെ കണ്ടോ, -4 + 2 ആണ്. -4 + 2 ഒരു സൈഡ് പോസിറ്റീവും ഒരു സൈഡ് നെഗറ്റീവും ആണ് തന്നെ. അപ്പൊ -4 + 2. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരേ സൈഡ് ഒരു ക്വസ്റ്റ്യനിലെ രണ്ട് സൈഡും സെയിം ചിഹ്നമാണെങ്കിൽ നമ്മൾ കൂട്ടും. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനിൽ രണ്ട് സൈഡ് ഡിഫറെന്റ് ചിഹ്നമാണെങ്കിൽ നമ്മൾ അതിന് നേരെ ഓപ്പോസിറ്റ് സബ്ട്രാക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഇതിന് പ്ലസ് ചിഹ്നമാണ് വന്നത്, പക്ഷെ നമ്മൾ ഇത് രണ്ടും വേറെ വേറെ ചിഹ്നമായതുകൊണ്ട് തന്നെ ഇതിനെ സബ്ട്രാക്ട് ചെയ്യും. നമുക്കറിയാം സബ്ട്രാക്ട് ചെയ്ത് കിട്ടുക 2 ആണ് ആൻസർ. ആൻസർ 2 ആണ്. അപ്പൊ 2 ആണ് നമുക്കറിയാം. പക്ഷെ നമുക്ക് അതിന് ചിഹ്നം ഉണ്ട്. ആ ചിഹ്നം കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ഏതാണോ വലുത്, 4 ആണോ വലുത്, 2 ആണോ വലുത്? അഫ്കോഴ്സ് 4 ആണ് വലുത്. അതുകൊണ്ട് തന്നെ നമ്മൾ വലുതിന് 4ന്റെ ചിഹ്നം മൈനസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വലുതിന്റെ ചിഹ്നമാണ് ആൻസറിന് ചേർത്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് അഡീഷൻ ഏകദേശം റെഡി ആയിട്ടുണ്ടാകും. അടുത്ത സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ഷനിൽ സിമ്പിൾ ആണ്. -6 - -4 സിമ്പിൾ ആണ്. രണ്ട് സൈഡും മൈനസ് ആണ്. ഓക്കെ. അപ്പൊ ആ സമയം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? അപ്പൊ അതിന്റെ ആൻസർ എന്താണെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എന്തായാലും ഇവിടെ രണ്ട് സൈഡും സെയിം ആൻസർ ആണ് വന്നത്. ഇവിടെ പ്ലസ് ആയിട്ടാണ് നമ്മൾ കൂട്ടിയ, പക്ഷെ ഇവിടെ മൈനസ് ആണ് ചിഹ്നം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട. ആൻസർ എന്താ നിങ്ങൾക്ക് അറിയാം, 2 ആണ് ആൻസർ. പക്ഷെ അവിടെ നമുക്ക് സൈൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. സൈൻ മറക്കാതെ മൈനസ് ആണ് രണ്ട് സൈഡും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മൈനസിന്റെ സൈൻ ചേർത്ത് കൊടുക്കുന്നു. ഇതാണ് സിമ്പിളസ്റ്റ് വേ. പക്ഷെ ഞാൻ വേറെ വേ നിങ്ങൾക്ക് പറഞ്ഞ ഒരു ബോണസ് പോയിന്റ് ആയിട്ട് ബോണസ് ടിപ്പ് ആയിട്ടാണ് ഇത്. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം നമ്മള് -6 ഇപ്പൊ -× ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. -× പ്ലസ് ആകും. അപ്പൊ +4. അതിന്റെ നമുക്ക് ഏത് ആൻസർ കിട്ടുക? രണ്ട് സൈഡ് ഡിഫറെന്റ് ആണ്. ഏത് എന്താ പറയുക, ഇവിടെ മൈനസും ഇവിടെ പോസിറ്റീവും, ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. -6 - -4 വരുമ്പോൾ -2. നമ്മൾ അപ്പൊ എന്താ പറയാ, രണ്ടിന്റെ ആൻസർ സെയിം ആണ്. നമുക്ക് ഇതെല്ലാം സെയിം ആൻസർ ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. സോ ലെറ്റ്സ് മൂവ് ടു അവർ അതർ ക്വസ്റ്റ്യൻ. ദിസ് ഈസ് 8 - 2. ഇത് സിമ്പിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 8 - 2 എത്രയാണ്? അറിയില്ലേ? 6. സിമ്പിൾ 6 ആണ്. പക്ഷെ ഇതിന്റെ സൈന് നമ്മൾ ഇവിടെ എന്താ ചെയ്ത മൈനസ് ആണ്. മൈനസ് ആണ്. ഇവിടെ വലുതായിട്ടില്ല, ചിഹ്നം മൈനസ് ആണ്. 8ന്റെ ചിഹ്നം പോസിറ്റീവ് ആണ്. പക്ഷെ നമ്മൾ
വരുന്നുണ്ട്.